നമസ്കാരം. നിരീശ്വരവാദികൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്ന CPM നേതാക്കന്മാരൊക്കെ ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശ്വാസവും അമ്പലവും പള്ളിയുമൊക്കെയായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇനി പാർട്ടി നശിക്കാതിരിക്കൂ എന്നതാണ് ഇപ്പോഴത്തെ CPM നേതാക്കന്മാരുടെ വിലയിരുത്തൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇതേ വിഷയങ്ങളെക്കുറിച്ച് ഒരു നെടുനീളൻ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സകലയിടങ്ങളിലും BJPക്കാണ് വോട്ട് കൂടുന്നത്. അവരുടെ രീതികൾ നമ്മൾ പകർത്തേണ്ടതുണ്ട്. നമ്മൾ ആരാധനാലയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പാർട്ടിയുടെ വോട്ട് കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ കുറിപ്പ് പങ്കുവച്ചത്. ഇപ്പോഴിതാ മുൻ ധനമന്ത്രിയുടെ അതേ വരികൾ കടമെടുത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിനോടൊപ്പം തന്നെ ചെറിയൊരു നാക്കുപിഴവും ആശാന് സംഭവിച്ചിട്ടുണ്ട്. അതായത് സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചിട്ടാണ് പലരും CPMലേക്ക് എത്തുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. കാര്യം പറഞ്ഞത് തെറ്റൊന്നുമല്ല എങ്കിൽ പോലും സ്വന്തം പാർട്ടിക്കാർക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇങ്ങനൊരു പരാമർശം നടത്തി എന്നതിനാൽ ഇത് വലിയ ചർച്ചാ വിഷയം തന്നെയായി മാറിയിട്ടുണ്ട്. എന്തായാലും സഖാക്കന്മാർക്ക് പണത്തോടുള്ള ആർത്തി കൂടി വരികയാണ് എന്നും പണമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് നേതാക്കൾ പ്രവർത്തിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള ആ നാക്കുപിഴ പ്രസംഗം ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നു. തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിലാണ് MV ഗോവിന്ദൻ ഇങ്ങനൊരു വിമർശനം ഉന്നയിച്ചത്. എങ്ങനെയും പണം സമ്പാദിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് എത്തുന്നത്. ഇത് പലപ്പോഴും ഗുരുതര വീഴ്ചയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. താഴെത്തട്ടിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയുടെ പക്കൽ നിന്ന് വന്ന ഗുരുതര വീഴ്ചയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ സംഭവിച്ചത് എന്നും MV ഗോവിന്ദൻ പറയുകയുണ്ടായി. ഇനി മുതൽ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഉപദേശം. പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടില്ലെങ്കിലും അനുഭാവികൾ പോകണമെന്നും അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മരണം, വിവാഹം തുടങ്ങിയ ചടങ്ങുകളിൽ സജീവമായി പ്രവർത്തിക്കണം. ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും MV ഗോവിന്ദൻ നിർദ്ദേശം നൽകി. അതായത് ഇതൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് ഈ CPM സഖാക്കന്മാർക്കുൾപ്പെടെ മനസ്സിലായിട്ടുണ്ട് എന്ന്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത CPM നേതാവ് 22 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടെയായിരുന്നു CPM നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ഇങ്ങനൊരു വിമർശനം ഉന്നയിച്ചത്. മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്തി PSC അംഗത്വം വാങ്ങി നൽകാമെന്നായിരുന്നു കോഴിക്കോട്ടെ യുവ CPM പ്രവർത്തകൻ വാഗ്ദാനം നൽകിയത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയവുമായി പ്രതികരിച്ച് രംഗത്തെത്തുമ്പോൾ താൻ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല, തന്നെ ആരോ ഉൾപ്പെടുത്തിയതാണ്, തനിക്കെതിരെ ഇങ്ങനെ ആരോ ആരോപണം ഉന്നയിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും CPM നേതാക്കന്മാർക്ക് വിശ്വാസം കൂടി വരുന്നു. അതായത് BJPയുടെ പാതയിൽ പോയാൽ മാത്രമേ തങ്ങൾക്ക് വിജയമുണ്ടാകൂ എന്നുള്ളൊരു രീതിയിലേക്ക് CPM നേതാക്കന്മാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് വേണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഉറച്ചു നിൽക്കണം. അല്ലാതെ അവർ ജയിച്ചത് ആ ഒരു കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ആ ഒരു കാരണത്തെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു നിലപാട് ഇല്ലായ്മ എന്തായാലും കാണുന്നുണ്ട് എന്നൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അടുത്ത തിരഞ്ഞെടുപ്പിലും ബാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്.